വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ് എന്നുള്ള പാഠഭാഗത്തിൻ്റെ 2ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ നോക്കിയത് ഇതുവരെയായിരുന്നു. ഓക്കെ, ഇതുവരെയായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഴ്സ് ഓഫ് ലോസ് എന്നുള്ളതാണ്. ഓക്കെ, സോഴ്സ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, സോഴ്സ് അതിൻ്റെ ഉറവിടം, എന്താണ് ഓരോ നിയമങ്ങളുടെയും ഉറവിടം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ നേഷൻ. നമ്മുടെ നേഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ലോ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എനി ലോ ഫ്രെയിംഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഷുഡ് ഫോളോ ദ പ്രൊവിഷൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ വ്യവസ്ഥകൾക്കും അനുസൃതമായിട്ട് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഏതൊരു നിയമവും ഫ്രെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Thus, the boundaries within which governments can make and enforce laws are decided by our constitution, which holds the position as the supreme system and source of law. എന്താണ്, ഏതൊരു നിയമം നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനും നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസരിച്ച് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. അഥവാ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ പരമോന്നത സ്ഥാനം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും ഓരോ ലോസും ഫ്രെയിം ചെയ്യാനും അത് നടപ്പിലാക്കാനും സാധിക്കുകയുള്ളൂ. ഇവിടെ കുറച്ച് ലോസ് തന്നിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഫോറസ്റ്റിനെയും വൈൽഡ് ലൈഫിനെയും സംരക്ഷിക്കുന്ന ആക്ട്. നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ദേശീയ സുരക്ഷാ നിയമം. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, ദുരന്ത നിവാരണ നിയമം. ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ലാൻഡ് റിഫോംസ് ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ജുവൈനൽ ജസ്റ്റിസ് ആക്ട്, ലേബർ ലോ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഓൾ ദ ലോസ് മെൻഷൻ എബവ് ആർ മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻ ഇൻ ദ കൊളാഷ്. ഈ കൊളാഷിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് ചിൽഡ്രൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്. ഏതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. വൺ മോർ ജുവൈനൽ ജസ്റ്റിസ് ആക്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. വൈ ഡസ് അവർ കൺട്രി ഗീവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ചിൽഡ്രൻസ് റൈറ്റ്? ഡിസ്കസ്. എന്തുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഈ കുട്ടികളുടെ അവകാശങ്ങൾക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കാരണം കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളും മറ്റും ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളാണ് നാളത്തെ നമ്മുടെ സൊസൈറ്റിയുടെ സൊസൈറ്റി നിർമ്മിക്കേണ്ടത്. സൊസൈറ്റിയെ ഫ്രെയിം ചെയ്യേണ്ടത് ഇന്നത്തെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും ബെറ്റർ ആയിട്ടുള്ള എല്ലാ ലിവിങ് തിങ്സും കൊടുത്താൽ മാത്രമേ അവരെ നമുക്ക് അത്രയും സക്സസ്ഫുൾ ആയിട്ട് ആക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 അഥവാ ബോക്സോ ആക്ട് എന്നാണ് പറയുന്നത്. എന്താണത്? ലൈംഗിക കുറ്റകൃത്യങ്ങൾ നമുക്കെതിരെയുള്ള സെക്ഷൽ ഒഫൻസിനെതിരെയുള്ള അതിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള ആക്റ്റാണ് ബോക്സോ ആക്ട് എന്ന് പറയുന്നത്. 2012 വന്നത്. The 1989 Convention on the Right of the Child aims to prevent sexual violence against children and to ensure appropriate punishment to the perpetrators. എന്താണ്, കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഈ ഒരു സെക്ഷലായിട്ടുള്ള അതിക്രമങ്ങൾക്ക് തടയുവാനും അതുപോലെ അത് ചെയ്ത ആളുകൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും വേണ്ടി 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. അതാണ് റൈറ്റ് ഓഫ് ചൈൽഡ് എയിം എന്ന് പറയുന്നത്. ബോക്സോ 2012 Protection of Children from Sexual Offence is an act enacted to implement the rights granted by the Constitution of India, incorporating the child-friendly measures without gender discrimination.
എന്താണ് പറയുന്നത്, ഈ ഒരു 2012 വന്നിട്ടുള്ള ഈ ഒരു ആക്ട് പ്രകാരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ലിംഗഭേദമില്ലാതെ അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നോക്കാതെ എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു നിയമമാണ് ഈ ഒരു പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ഇത് ആർക്കാണ്? ദ ലോ കൺസിഡേഴ്സ് ഓൾ അണ്ടർ ദ ഏജ് ഓഫ് 18 ആസ് ചൈൽഡ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിക്കും ഈ ഒരു നിയമം ബാധകമാണ്. ദെൻ ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ലോ? നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഈ നിയമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ടി വികളിലും ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ ഈ ഒരു പോക്സോ നിയമത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എന്താണെന്ന്, പക്ഷേ ആ ഒരു നെയിം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Then, every child has the right to live safely without fear in the society. സമൂഹത്തെ പേടിക്കാതെ ഏതൊരു കുട്ടിക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. A child must be able to identify uncomfortable and unsafe touches, looks, actions, etc. from any person. ഏതൊരാളിൽ നിന്നും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടച്ചോ അല്ലെങ്കിൽ ഒരു നോട്ടമോ ഒരു ആക്ഷനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. ദേ ഷുഡ് ബി കേപ്പബിൾ ഇനഫ് ടു സേ നോ, ടു ടച്ച്, ആക്ട്, ഏബിൾ ടു കീപ് എവേ ആൻഡ് കംപ്ലൈൻറ്റ് ടു ദ അതോറിറ്റീസ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ പറയാനുള്ള കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതോറിറ്റിയെ ഇൻഫോം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് കേസസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ആർ ടു ബി റിപ്പോർട്ടഡ് ടു ദ സ്പെഷ്യൽ ജുവൈനൽ പോലീസ് യൂണിറ്റ് ഓർ ദ ലോക്കൽ പോലീസ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ സ്പെഷ്യൽ ജുവൈനൽ പോലീസിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓഫീസേഴ്സ് ഹാൻഡിൽ ബോക്സോ കേസസ് ആർ നോൺ ആസ് ദ സിവിൽ വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്. ഇങ്ങനെ ബോക്സോ കേസുകളെ ഹാൻഡിൽ ചെയ്യുന്ന പോലീസേഴ്സിനെ നമ്മൾ പറയുന്നതാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് എന്നുള്ളത്. ഓക്കെ. Then the Kerala State Commission for Protection of Child Rights has set up a monitoring system under Section 44 of the POCSO Act. ഈ പോക്സോ ആക്ടിൻ്റെ കീഴിൽ തന്നെ 43 സെക്ഷൻ പ്രകാരം ഒരു കേരള സംസ്ഥാന ബാല സംരക്ഷണ നിയമം കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ദെൻ അതിൻ്റെ കൂടെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. The Act ensures severe punishment to anyone who indulged in POCSO offence. ഈ പോക്സോ ഒഫൻസിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിയും കഠിനമായ ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആളെ ക്വസ്റ്റ്യൻ ചെയ്ത് അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാനും നമ്മുടെ ഗവൺമെൻറ്റിൽ ഈ ഒരു നിയമപ്രകാരം സാധ്യമാവും. അപ്പോൾ ഇത് കൂട്ടുകാരും കൂടെ മനസ്സിലാക്കേണ്ട ഒരു നിയമമാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻസും അമെൻമെൻറ്റും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതോറിറ്റിയെ അറിയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇത് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നോ എന്ന് പറയാനുള്ള വോയിസും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്നൊക്കെ കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവും കൂടെ ഉണ്ടാവണം. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓർഗനൈസ് എ ഡിസ്കഷൻ ആൻഡ് പ്രിപ്പയർ ആൻ അവയർനെസ് പാംപ്ലെറ്റ് ഓൺ ദ ടോപ്പിക് ഡിറ്റക്റ്റിംഗ് സിറ്റുവേഷൻ ദാറ്റ് മേ ലീഡ് ടു ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ദ പ്രിവെൻഷൻ മെൻഷർ ടു അവോയ്ഡ് സച്ച് ക്രൈംസ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കാനിടയുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ക്ലാസ്സിൽ ഒരു ഡിസ്കഷൻ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ്. Apart from being the system and source of law, what other functions does the constitution perform? നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് നമ്മുടെ സോഴ്സ് ഓഫ് ലോയെ അല്ലേ, എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സ്രോതസ്സുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ അത് നല്ല അടിപൊളിയായി തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. നമ്മുടെ സിറ്റിസൺസിൻ്റെ അവകാശങ്ങളും അതിൻ്റെ തന്നെ ഡ്യൂട്ടീസും സ്ഥാപിക്കുക. ദെൻ ഡിഫൈൻസ് ആൻഡ് ഡെലിംസ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ്, അധികാരങ്ങളും പരിമിതികളും ഡിഫൈൻ ചെയ്യുക, വ്യക്തമാക്കുക. ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വാല്യൂസിനെയും ഐഡിയൽസിനെയും ഒക്കെ ഡിഫൈൻ ചെയ്യുക. Then ensures that all the administrative system of the country function according to the constitution. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ
അതിൻ്റെ അക്കോർഡിങ്ങിലായിരിക്കണം ഓരോ നിയമങ്ങളും അതിൻ്റെ ഫങ്ഷൻസും നടക്കേണ്ടത്. ഓരോ കൺട്രിയിലെയും രാജ്യത്തിൻ്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ദെൻ ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഡയറക്ട്സ് ദ നേഷൻ. രാജ്യത്തിൻ്റെ ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നു. പ്രിസർവിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും. അതാ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണ്. ഒരുപാട് വെറൈറ്റി, ഒരുപാട് റിലീജിയൻ, കാസ്റ്റ്, അതുപോലെ തന്നെ കൾച്ചേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് പ്രിസർവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് നൽകുന്നു. ആക്ട്സ് ആസ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് എ ട്രിനിറ്റി ആൻഡ് അബ്യൂസ് ഓഫ് പവർ. നമ്മുടെ ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ അധികാരം അത് ദുർവിനിയോഗം ചെയ്യുന്നതിന് എതിരായിട്ടുള്ള സംരക്ഷണവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ പ്രിപ്പയർ പ്ലക്കാർഡ്സ് എന്നുള്ളതാണ്. പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഫോർ ദ റിപ്പബ്ലിക് ഡേ റാലി വിത്ത് മെസ്സേജ് റിഫ്ലക്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾസ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പിൾസിനെ അത് ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്ലക്കാർഡ്സുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ്. സിവിൽ റൈറ്റ്സിൻ്റെ ഒരു ഗാർഡിയൻ ആണെന്ന് പറയാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അവർ അസറ്റ് ഓഫ് ദ നേഷൻ, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ നേഷൻ്റെ ഒരു അസറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലക്കാർഡുകളാണ് നിങ്ങളിവിടെ ഉണ്ടാക്കേണ്ടത്. ദെൻ ചേഞ്ച് ആൻഡ് സെറ്റ് റൈറ്റ് എന്നുള്ളതാണ് മാറ്റിയും തിരുത്തിയും. ഇതിലെന്താണ് പറയുന്നത്? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇത് നോക്കിക്കൊണ്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, 26 ജാനുവരി 1950 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അമെൻമെൻറ്റ് 1 1951 വന്നിട്ടുള്ളത്. ദ നമ്പർ ഓഫ് സ്കെഡ്യൂൾസ് ഇൻക്രീസ് ടു 9. പട്ടികയുടെ സ്കെഡ്യൂൾസിൻ്റെ എണ്ണം 9 ആക്കി. ദെൻ നെക്സ്റ്റ് അമെൻമെൻറ്റ് 42 ആണ്. 1976 സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വർ ആഡഡ്. ആ സമയത്താണ് സോഷ്യലിസവും സെക്യുലറിസവും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ അമെൻമെൻറ്റ് 44 ആണ്. 1978 ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോ ലോങ്ങർ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാതാക്കി മാറ്റി. ദെൻ അമെൻമെൻറ്റ് 73 ആൻഡ് 74 1992 പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് കൊണ്ടുവന്നു. ദെൻ അമെൻമെൻറ്റ് 86 2002 എഡ്യൂക്കേഷൻ ബിക്കേം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അമെൻമെൻറ്റ് 101 2016 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST വന്നത്. ദെൻ നെക്സ്റ്റ് അമെൻമെൻറ്റ് നിങ്ങളിവിടെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഐഡിയാസ് were newly added to the constitution in 1976? 1976 ആഡ് ചെയ്തിട്ടുള്ള ഏതാണ്? സെക്യുലറിസവും സോഷ്യലിസവും ഒക്കെ അല്ലേ? അപ്പോൾ അതാണ് കൂട്ടുകാർ. അവിടെ അമെൻമെൻറ്റ് 42 ആണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു ഫോഴ്സ്? 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്. വാട്ട് വാസ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ? ഫസ്റ്റ് ഏതായിരുന്നു? അമെൻമെൻറ്റ് 1 ആണ്. 1951 ദ സ്കെഡ്യൂൾസ് ഇൻക്രീസ് ഇൻ ടു 9. Then how long did the right to property remain a fundamental right in India? എത്രയും കാലത്തോളമാണ് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് നിലനിന്നിരുന്നത്? അഥവാ 1950 മുതൽ 1978 അതില്ലാതായത്. അപ്പോൾ 50 മുതൽ 78 എന്ന് പറയുമ്പോൾ എത്രയാണ്? 28 years ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? അല്ലേ? എഡ്യൂക്കേഷനോ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു അല്ലേ? അത് ശരിയാണോ? ശരിയാണ്. സിൻസ് വെൻ? 2002 വന്നത്. ഹൗ മെനി ടൈംസ് ഹാസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻഡഡ് സോ ഫാർ? എത്ര തവണ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ. ദെൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. കാലങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ച് ഇൻ സോഷ്യൽ ഡിമാൻഡ്സ്. സോഷ്യൽ ഡിമാൻഡ്സിനനുസരിച്ചിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ അമെൻമെൻറ്റും കൊണ്ടുവരുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ് എക്സ്പ്ലെയിൻസ് ഹൗ അമെൻമെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ്.
കോൺസ്റ്റിറ്റ്യൂഷനാണ് തീരുമാനിക്കുന്നത് എത്രയും കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാത്തിലും അമെൻമെൻറ്റ് കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 368, പാർലമെൻറ്റ് ആസ് ദ പവർ ഓഫ് അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ബി അമെൻഡഡ്. ആക്ച്വലി 368 ഭേദഗതി പ്രകാരം, വകുപ്പ് പ്രകാരം നമുക്ക് ഭരണഘടനയിൽ മാറ്റങ്ങളൊക്കെ അമെൻമെൻ്റൊക്കെ കൊണ്ടുവരാം. പക്ഷെ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരു അമെൻമെൻറ്റും കൊണ്ടുവരാൻ സാധിക്കില്ല. ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ, ഒരിക്കലും നമ്മുടെ ഫൗണ്ടേഷനിൽ ഷെയ്ക്ക് ചെയ്യരുത്. ഇൻ 1973 ദ സുപ്രീം കോർട്ട് റൂൾഡ് that no changes should be made to the basic structure of the constitution. 1973 സുപ്രീം കോർട്ട് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന്. ദിസ് verdict was made in the case filed by കേശവാനന്ദ ഭാരതി, the abbot of കാസർഗോഡ് അഡ്നീർ മുട്ട് against the state of Kerala. എന്താണ്, നമ്മുടെ 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന ഒരു കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ ഒരു ഇത് കൊണ്ടുവന്നപ്പോഴാണ്, നൽകിയ ഒരു കേസിലായിരുന്നു ഇത്തരത്തിലൊരു സുപ്രീം കോടതി വിധി വന്നത്. ദെൻ എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറിയത്? എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ബൈ ദ 86th Constitution Amendment in 2002. These provisions were added in the Constitution as Article 21A. The Right of Education Act in 2009 was enacted on 4th August 2009 as per this amendment. ഇതെന്നാണ് 2002 86ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണ് ഇതിനെ ആർട്ടിക്കിൾ 21A ഒരു റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അത് കമ്പൽസറി ആയിട്ട് കിട്ടേണ്ട കാര്യമാണ്. ഓക്കെ, അതും കൂടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത്തരമായിട്ട് ആഡ് ചെയ്തത് 2002 ദ ആക്ട് എൻഷ്യൂർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും കമ്പൽസറി എഡ്യൂക്കേഷനാണ് ഇതുകൊണ്ട് ഉറപ്പുവരുത്തുന്നത്. ഇനി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ടേം സെക്യുലറിസം, സോഷ്യലിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വർ ഇൻസേർട്ടഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ദ 42 അമെൻമെൻറ്റ് ഓഫ് 1976. 1976 42ാം അമെൻമെൻറ്റ് പ്രകാരമാണ് ഈ സെക്യുലറിസവും സോഷ്യലിസവും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ നമ്മുടെ പ്രിയാമ്പിളിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സം അതർ ചേഞ്ചസ് were also brought in the constitution through this amendment. Due to the significant changes brought by this amendment, it was also called the mini constitution. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസുകളും കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Then prepare a timeline using some important constitution amendment. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം ഒരു ടൈം ലൈൻ നിങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, അതിനനുസരിച്ചിട്ട് ഒരു ടൈം ലൈന് പ്രിപ്പയർ ചെയ്യണം. ദെൻ വെൻ ദ റൂൾസ് ആർ എൻഫോഴ്സ്ഡ്, നിയമം നടപ്പാക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ? ലാൻഡ് റിഫോം ഈസ് ടു എ മെറ്റീരിയലൈസ്ഡ് ഇൻ ദ കൺട്രി. എന്താണ്, രാജ്യത്ത് ഇനിയും ഇതുവരെയും യാഥാർത്ഥ്യമാക്കാത്ത ഒരു ലാൻഡ് റിഫോം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് എ റിയാലിറ്റി. എന്താണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത്? ഇപ്പോഴും ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് വെറും ഒരു പറച്ചിൽ മാത്രമായിട്ട് നിലനിൽക്കുകയാണ്. ആൽക്കഹോളിസം കനോട്ട് ബി പ്രിവെൻറ്റഡ് ബൈ ലോസ് അലോൺ. അതുപോലെ തന്നെ ആൽക്കഹോളിസം എന്ന് പറയുന്നത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല എന്നുള്ള ഒരു കോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിമാൻഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ്സ് ലോസ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്. അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒരിക്കലും ഒരു സ്ട്രിക്ട്ലി ആയിട്ട് ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നർത്ഥം. വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ബൈ റീഡിങ് ദ അബവ് ഹെഡ്ലൈൻസ്? ഈ ഹെഡ്ലൈൻസ് വായിച്ചപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ നിയമം ഭേദഗതി വരുത്തേണ്ടതും അതുപോലെ തന്നെ കർശനമായിട്ടുള്ള നിയമം കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേരിയസ് ചാലഞ്ചസ് വൈ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്. അതെ, ഒരു ലോസ് ഉണ്ടാക്കുമ്പോൾ, ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസ് ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? വാരിയഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിളുടെ ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ legislations that does not fully reflect the
വിൽ ഓഫ് ദ പീപ്പിൾ. അതുപോലെ ഉൾക്കൊള്ളാനാവാത്ത നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ ജനങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. ഇഗ്നറൻസ് ഓഫ് ലോ, നിയമങ്ങളുടെ അറിവില്ലായ്മ. അതുപോലെ തന്നെ ഡിഫറൻസ് ഒപ്പീനിയൻസ് അല്ലേ, ഓരോരുത്തരുടെയും വ്യത്യസ്തപരമായിട്ടുള്ള ഒപ്പീനിയൻസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. വി ആർ എ സൊസൈറ്റി വിത്ത് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്. നമ്മൾ ജീവിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ ഇടയിലാണ്. ഹവർ, എന്നിരുന്നാലും എവ്രി വൺ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷനലി ബൗണ്ട് ടു ഒബേ ദ പബ്ലിക് ലോസ്. എന്നിരുന്നാലും എല്ലാവരും ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ലോസിനെയും പബ്ലിക് ആയിട്ടുള്ള ലോസിനെയും ഒബേ ചെയ്യൽ നിർബന്ധമാണ്. വെൻ ന്യൂ ലോസ് ആർ ഫോർമുലേറ്റഡ് ക്രിറ്റിസിസം ആൻഡ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദം ആർ ലൈക്ലി ടു അറൈസ്. ഒരു പുതിയ നിയമം വരുമ്പോൾ എന്തായാലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും അതിനെ സ്ട്രഗിൾ ചെയ്യാനും അതൊക്കെ നോർമലാണ്. അതിനെതിരെ ശബ്ദം ഉയർത്താനും ഒക്കെ എല്ലാവരും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് നാച്ചുറൽ ഇൻ ദ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഇത് നാച്ചുറലാണ്, ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഇത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. സച്ച് ഒബ്ജെക്ഷൻസ് ഷുഡ് ബി അപ്രോച്ച്ഡ് കോൺസ്റ്റിറ്റ്യൂഷനലി ആൻഡ് ഡെമോക്രാറ്റിക്കലി. ഇത്തരത്തിലുള്ള ഒബ്ജെക്ഷൻസിനൊക്കെ നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനലി ആയിട്ടും അതുപോലെ തന്നെ അത് ഡെമോക്രാറ്റിക്കലി ആയിട്ടും നമ്മളതിനെ അതിനെ വിട്ടുകളയാണ് ചെയ്യേണ്ടത്. Then, in our diverse and a heterogeneous society, the values enriched in the Constitution needs to be imbibed by India's civil society to transform our country into a sovereign socialist secularism and democratic public. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ഡൈവേഴ്സിറ്റിയുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വെക്കുന്ന പല മൂല്യങ്ങളും നമ്മുടെ ഇന്നത്തെ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യയിലെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവിടെ എന്താണ് ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ രാജ്യത്തെ ഉയർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. എല്ലാ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് യൂണിറ്റ് 4 ആണ്, ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ് എന്നുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസും ഇമ്പോർട്ടൻറ്റ് നോട്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.